ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സ്പെഷ്യൽ സർവീസുകൾ അനുവദിച്ച് KSRTCയും റെയിൽവേയും പൊങ്കാല ദിവസം 700ഓളം ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് KSRTC അറിയിച്ചു. 24 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളും ഉണ്ടാകും. ആറ്റുകാൽ പൊങ്കാല ഉത്സവവുമായി ബന്ധപ്പെട്ട് 24 സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടാകും. 4 ട്രെയിനുകൾ നാഗർകോവിലേക്കും 14 ട്രെയിനുകൾ കൊല്ലം ഭാഗത്തേക്കുമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സ്പോട്ടിൽ നിന്ന് ക്ഷേത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ KSRTC ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഉത്സവവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്കായിട്ട് 20ഓളം സ്പെഷ്യൽ സർവീസുകൾ പൊങ്കാല വരെ നടത്തുന്നുണ്ട്. എല്ലാ വർഷവും മണക്കാട് വഴിയാണ് സർവീസ് നടത്തുന്നത്. അത് ഇത്തവണ നമ്മുടെ കിള്ളിപ്പാലം ബണ്ട് റോഡ് വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ സർവീസ് നടത്തുന്നത്. ഇവിടെ ഈ ട്രാഫിക് ബ്ലോക്ക് കാരണം പോലീസുമായിട്ട് നടന്ന ഒരു ചർച്ചയിലാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പൊങ്കാല ദിവസം 700ഓളം ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ടെന്ന് KSRTC പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ നിന്നും ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി 4000ഓളം പേർക്ക് പൊങ്കാലയിടാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നാണ് KSRTC ATO പ്രസാദ് വ്യക്തമാക്കി. ഇത്തവണ എല്ലാ വർഷത്തിനേക്കാളും പുതുതായിട്ടൊരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളത് BTC ബജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 80ഓളം ബസ്സുകൾ സംസ്ഥാനത്തിലെ പല ജില്ലകളിൽ നിന്നും ഭക്തജനങ്ങളെ പൊങ്കാല ദിവസം ഇവിടെ എത്തിക്കുന്ന ചാർട്ടർ ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 3500-4000ഓളം യാത്രക്കാരുണ്ടാവും. അവർക്ക് ഇവിടെ എത്തി പൊങ്കാല ഇടുവാനുള്ള എല്ലാ സൗകര്യങ്ങളും KSRTC ചെയ്തു കൊടുക്കും. പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള റോഡുകളുടെ നിർമ്മാണവും നടത്തിവരുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ തട്ടിക്കൂട്ടി പണികൾ നടത്തി തീർക്കാനുള്ള ശ്രമമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.